ഇതാ നിലമ്പൂരിൽ എം സ്വരാജിൻ്റെ വിജയം ഉറപ്പിക്കുന്ന വീഡിയോ ഇതാ. കഴിഞ്ഞകാല ഇലക്ഷൻ 2016-2021 റിസൾട്ട് താരതമ്യം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നോക്കൂ, അമരമ്പലം പഞ്ചായത്തിൽ 2016 LDF 2700 വോട്ട് ലീഡ് ചെയ്തു. ചുങ്കത്രയിലാവട്ടെ LDF 300 വോട്ടും, എടക്കരയിൽ LDF 1300 വോട്ടും, കരുളായിൽ LDF 1500 വോട്ടും ലീഡ് ചെയ്തപ്പോൾ മുത്തടുത്ത് UDF വെറും 200 വോട്ടാണ് ലീഡ് ചെയ്തത്. കാരണം ആര്യയുടെ ഷൗക്കത്തായ സ്ഥാനാർത്ഥി ആര്യടന്മാർക്ക് ലീഗുകാർ വോട്ട് ചെയ്യുകയില്ല, LDFന് മറിച്ച് ചെയ്യുകയാണ് ചെയ്യാറ്. നിലമ്പൂർ LDF 2700 വോട്ട് ലീഡ് ചെയ്തു, പോത്തുകൽ LDF 1000 വോട്ട് ലീഡ് ചെയ്തു, വഴിക്കടവ് LDF 2000 വോട്ട് ലീഡ് ചെയ്തു. അങ്ങനെ അൻവർ LDF സ്ഥാനാർത്ഥി 12000 വോട്ട് ജയിച്ചു. 2011 വന്നപ്പോൾ നോക്കൂ, 2021 അമരമ്പലത്ത് LDF 1500 വോട്ട് ലീഡ് ചെയ്തു. അപ്പോൾ ചുങ്കത്തറ UDF 315 വോട്ട് ലീഡ് ചെയ്തു, എടക്കരയിൽ LDF 12 വോട്ടും, കരുളായി LDF 1500 വോട്ടും, മുത്തടത്ത് UDF 2300 വോട്ട് ലീഡ് ചെയ്തു. കാരണം VV പ്രകാശായിരുന്നു. അതുകൊണ്ട് അവിടെ മുസ്ലിം ലീഗ് മുഴുവൻ വോട്ടും UDFന് നൽകി. നിലമ്പൂർ LDF 1500 വോട്ടും, പോത്തുകൽ LDF 500 വോട്ടും, വഴിക്കടവ് LDF 35 വോട്ടും ലീഡ് ചെയ്തത്. അപ്പോൾ ഇത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയുടെ മികവ്, LDF സ്ഥാനാർത്ഥിയുടെ മികവും മൊത്തത്തിൽ നിലമ്പൂരിൻ്റെ ചിത്രവും നോക്കുമ്പോൾ അമരമ്പലത്ത് LDF 2000 വോട്ടുകൾ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചുങ്കത്തറയിൽ UDFന് തന്നെ ആയിരിക്കാം ലീഡ് 500 വോട്ട് വരെ. എടക്കരയിൽ LDF 500 വോട്ട് ലീഡ് ചെയ്യും. കരുളായിൽ LDF 1500 വോട്ട് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മുത്തടത്ത് UDF തന്നെ 1500 വരെ വോട്ട് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വോട്ട് കുറച്ച് സ്പ്ലിറ്റ് ആവും, കുറച്ച് LDFിലേക്ക് പോകും, കുറച്ച് അൻവർ പിടിക്കും, അങ്ങനെ സ്ഥിതി ഉണ്ടാവും. അതുപോലെ നിലമ്പൂർ LDF 500 വോട്ട് വരെ ലീഡ് ചെയ്യാം. അവിടെ അൻവറിന് സ്വാധീനമുള്ളൊരു മേഖല ആയതുകൊണ്ടാണത്. പോത്തുകൽ LDF 1000 വോട്ട് ലീഡ് ചെയ്യും, വഴിക്കട LDF 500 വോട്ട് ലീഡ് ചെയ്യും. അങ്ങനെ ഏതാണ്ട് 4000 മുതൽ 5000 വോട്ടിന് എം സ്വരാജ് ജയിക്കും. പോളിംഗ് ശതമാനത്തിൻ്റെ സാധ്യത കാണുന്നത് 2,32,300 വോട്ടിൽ 1,70,70,900 വോട്ട് വരെ 77% പോളിംഗ് നടക്കാനുള്ള സാധ്യത. അതിൽ LDF 79,500 വോട്ടും, UDF 75,500 വോട്ടും നേടും. അൻവർ 12,000 വോട്ടും, BJP 8,000 വോട്ടും, മറ്റുള്ളവർ SDIPയും സ്വതന്ത്രവും നോട്ടയും ഉൾപ്പെടെ 5,000 വരെ വോട്ട് നേടാം. അങ്ങനെ 1,79,000 മുതൽ 1,80,000 വരെ 77% മാർജിനിൽ പോളിംഗ് നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഇലക്ഷനിൽ LDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ, വ്യക്തമായ ലീഡിൽ 4,000 മുതൽ 5,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും.